നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കും. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കും. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കും. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കും. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ ശാസ്ത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ലിവിങ് ദ ഗോൾ, ലക്ഷ്യത്തിൽ തന്നെ ജീവിക്കുക എന്നതാണ് ചർച്ച ചെയ്യുന്നത്. സഹജമാർഗത്തിലെ 9ാമത്തെ പ്രമാണം, മറ്റുള്ളവരിൽ ഭക്തിസ്നേഹഭാവങ്ങൾ ഉണർത്തത്തക്ക വിധം നിങ്ങളുടെ പെരുമാറ്റവും ജീവിതവും രൂപപ്പെടുത്തുക എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ആ സ്വഭാവമായിട്ടുള്ള ഡിവൈൻ ക്വാളിറ്റി ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യണം. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പ്രമാണത്തിൻ്റെ അർത്ഥം. ഡിവൈൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള സ്നേഹം. അപ്പോൾ സ്നേഹം എപ്പോഴും റേഡിയേറ്റ് ചെയ്യുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും. നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് കാര്യം എന്നിൽ നിന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. ചിന്തയായാലും വാക്കായാലും പ്രവൃത്തിയായാലും പ്യൂറായിട്ടുള്ള പോസിറ്റിവിറ്റി. പല ഇൻഫർമേഷനും നമ്മളിലേക്ക് വരുന്നു ഇന്ദ്രിയങ്ങളിലൂടെ. അതെല്ലാം അതേപോലെ തന്നെ കൺവേ ചെയ്യേണ്ടവരല്ല നമ്മൾ. പലപ്പോഴും അങ്ങനെ ചെയ്യുന്നു. വാട്സപ്പിലൊരു മെസ്സേജ് വരുമ്പോൾ അല്ലെങ്കിൽ പേപ്പറിലൊരു ന്യൂസ് വരുമ്പോൾ ഇത് പുറത്തേക്ക് പറയേണ്ടതാണോ, ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, ലോകത്തിന് നന്മയ്ക്കുള്ളതാണോ, ഇത് ആലോചിക്കാതെ ഉടനെ തന്നെ കൈമാറുന്നു. അങ്ങനെയാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലൊരു പ്യൂരിഫിക്കേഷൻ, ഫിൽട്ടറിങ് മെക്കാനിസം ഉണ്ട്. നമ്മുടെ ധിയോ യോന പ്രചോദയാ എന്ന് ഗായത്രി മന്ത്രം പറയുന്നു. നമ്മുടെ സൂര്യനെ പോലെ ആവണമെന്നാണ്. സൂര്യൻ എങ്ങനെയാണ് സെൽഫ് പ്രകാശിച്ചുകൊണ്ടിരിക്കുക, സ്വന്തം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ആയിരിക്കണം നമ്മൾ. അപ്പോൾ നമ്മളിലേക്ക് വരുന്ന ഇൻഫോർമേഷൻ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള യഥാർത്ഥ ഡിവൈൻ വിസ്ഡമായിട്ട് നമ്മൾ കണക്ട് ചെയ്യണം. എന്നിട്ട് ആ ഡിവൈൻ വിസ്ഡം നിന്ന് നമ്മൾ എന്താണ് ഇവിടെ പ്രകടിപ്പിക്കേണ്ടത്, അവിടെ നിന്നാണ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. നമ്മൾക്ക് എന്ത് തരത്തിൽ ന്യൂസ് വന്നാലും നമ്മൾ പുറത്തേക്ക് വരുന്നത് സ്നേഹത്തിൻ്റെ സന്ദേശമായിരിക്കണം, സ്നേഹത്തിൻ്റെ ചിന്തകളായിരിക്കണം. അപ്പോൾ ദാജി ഈ ഒരു കാര്യത്തെക്കുറിച്ച്
ഒരു സന്ദേശം ഈ അടുത്ത് അയച്ചിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. തേഴ്സ്ഡേ June 26, 2025. The kingdom of consciousness awaits, and the price of entry is simply this: how fully will you dare to live what you now know to be true? ദിവ്യമായിട്ടുള്ള ബോധത്തിൻ്റെ സാമ്രാജ്യം കാത്തു നിൽക്കുകയാണ്. അവിടേക്കുള്ള എൻട്രി ഒറ്റ കാര്യത്തിന് മുകളിലാണ് ആശ്രയിച്ചിരിക്കുന്നത്. നിങ്ങൾ ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം എത്രത്തോളം ധൈര്യത്തോടെ നിങ്ങൾക്ക് ജീവിക്കാനാവും. റൈസ് ദെൻ ഓ നോബിൾ സോൾസ്, ലെറ്റ് യുവർ വർക്ക് ബിക്കം വേർഷിപ്പ്. ഉണരൂ ആത്മാക്കളെ, കുലീനമായ ആത്മാക്കളെ, നിങ്ങളുടെ പ്രവൃത്തി തന്നെ പൂജയായി മാറട്ടെ. ലെറ്റ് യുവർ ക്വസ്റ്റ്യൻസ് ബിക്കം ക്വസ്റ്റ്, ലെറ്റ് യുവർ ലവ് ബിക്കം എ ബീക്കൺ ഫോർ ഓൾ ദോസ് ഹു സ്റ്റംബിൾ ഇൻ ദ ഡാർക്ക്. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം അന്വേഷണങ്ങളാവട്ടെ. നിങ്ങളുടെ സ്നേഹം ഇരുട്ടത്ത് തപ്പിക്കളിക്കുന്നവർക്കൊരു പ്രകാശ ദീപമാകട്ടെ, പ്രകാശ ഗോപുരമാവട്ടെ. ഷോ അപ്പ് കംപ്ലീറ്റ്ലി, പൂർണ്ണമായിട്ട് പ്രകടിപ്പിക്കൂ. ആക്ട് വിത്ത് പർപ്പസ്, ലക്ഷ്യത്തോടെ പ്രവർത്തിക്കൂ. നോ വിത്ത് ക്ലാരിറ്റി, വളരെയധികം ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കൂ. ലവ് വിത്തൗട്ട് മെഷർ, അളവില്ലാതെ സ്നേഹിക്കൂ. ദ ടൈം ഫോർ ഹാഫ് മെഷേഴ്സ് ഹാവ് പാസ്ഡ്. പാതി മെഷർ ചെയ്യുന്ന കാലം കഴിഞ്ഞു, പാതിയായി കൊടുക്കുന്ന കാലം കഴിഞ്ഞു. ദ വേൾഡ് ഡസൻ നീഡ് മോർ പീപ്പിൾ ഹു ആർ പാർഷ്യലി പ്രസൻറ്റ്. പാർഷ്യലായിട്ട് പകുതി മാത്രം അല്ലെങ്കിൽ ചെറിയ ഭാഗം മാത്രം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ ഇനി ലോകത്തിന് ആവശ്യമില്ല. ഇറ്റ് നീഡ്സ് ബീയിങ്സ് ഹു ആർ ഫുള്ളി അലൈവ്, ഫുള്ളി എൻഗേജ്ഡ്, ഫുള്ളി ഇൻറ്റഗ്രേറ്റഡ്. പൂർണ്ണമായിട്ടും ജീവിക്കുന്ന, പൂർണ്ണമായിട്ടും വ്യാപൃതരായിട്ടുള്ള, പൂർണ്ണമായിട്ടും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, ഏകീകൃതരായിട്ടുള്ള ആൾക്കാരെയാണ് ആവശ്യം. റിമെമ്പർ ഹൂ റിയലി യു ആർ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ഓർക്കൂ. റീക്ലെയിം യുവർ ബർത്ത് റൈറ്റ്. നിങ്ങളുടെ ജന്മാവകാശം തിരിച്ചു പിടിക്കൂ. റിട്ടേൺ ടു ഹോൾനെസ്. പൂർണ്ണതയിലേക്ക് തിരിച്ചെത്തൂ. വെൽക്കം ഹോം ഡിവൈൻ വൺസ്, വെൽക്കം ഹോം. തിരിച്ച് വീട്ടിലേക്ക് വരൂ. വെൽക്കം, സ്വാഗതം, വീട്ടിലേക്ക് തിരിച്ചു വരൂ. വളരെ സ്പർശിക്കുന്ന ഒരു സന്ദേശം. എനിക്കിത് വായിച്ചപ്പോൾ 9ാമത്തെ പ്രമാണത്തിൻ്റെ ആ ഇമ്പോർട്ടൻസാണ് കൂടുതൽ തോന്നിയത്. നമ്മൾ ലിവിങ് ദ ഗോൾ, ലക്ഷ്യമായി ജീവിക്കുന്നു. ഇത് തന്നെയാണ് ദാജി ഇവിടെ പരാമർശിക്കുന്നത്. സ്നേഹമായി ജീവിക്കും. നമ്മൾ സ്നേഹമായി മാറാനാണ് ഇവിടെ ജീവിതത്തിൽ നമ്മൾ ഈ ജീവിത ചക്രത്തിലൂടെ കടന്നു പോകുന്നത്. ആ സ്നേഹമായി മാറാനുള്ള വഴിയാണ് സാധന, സ്പിരിച്വൽ സാധന. നമ്മുടെ ഉള്ളിൽ പൂർണ്ണ സ്നേഹമല്ലാത്ത അറ്റാച്ച്മെൻ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അന്ധകാരം, സംസ്കാരങ്ങൾ, അവ നമ്മൾ ആ സ്നേഹം കൊണ്ട് തന്നെ, മാസ്റ്റർ തരുന്ന സ്നേഹം ട്രാൻസ്മിഷൻ കൊണ്ട് തന്നെ ശുദ്ധീകരിക്കുകയാണ്, പ്യൂരിഫൈ ചെയ്യണം, ലാളിത്യം കൊണ്ടുവരികയാണ്. എന്താണോ അതായി തന്നെ തീരുകയാണ്. ധ്യാനിക്കുമ്പോൾ നമ്മളത് ഡൈജസ്റ്റ് ചെയ്യണം. മനസ്സ് അവിടേക്ക് കണക്റ്റഡായിട്ട് ആ ധീന്ന്, ആ പ്യൂറായിട്ടുള്ള ഡിവൈൻ നോളജ് ഇംബൈബ് ചെയ്ത് പ്യൂർ ഫ്ലോ ആയി മാറണം. പരിശുദ്ധമായിട്ടുള്ള ഗംഗോത്രി പോലെ നമ്മുടെ ഉള്ളിൽ നിന്നും പരിശുദ്ധമായിട്ടുള്ള സ്നേഹമായിട്ട് മനസ്സ് കണക്റ്റഡ് ആവുക. എന്നിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ ആ സ്നേഹം ഒഴുകാൻ അനുവദിക്കുക. അവിടെയാണ് പ്രാർത്ഥന നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സെൽഫിനെ മാറ്റി നിർത്തണം, എന്നിട്ട് വേണം നമുക്ക് കണക്ട് ചെയ്യാനായിട്ട്. സെൽഫ് മാധ്യമം മാത്രമായിട്ട് മാറണം. ഈഗോ വെറും മാധ്യമം മാത്രമായിട്ട് മാറണം. പ്രാർത്ഥനാഭാവത്തിൽ ധ്യാനിക്കണമെന്ന് മാസ്റ്റർ അതുകൊണ്ടാണ് പറയുന്നത്. അവിടേക്ക് മാത്രം അറ്റാച്ച്ഡ് ആവും, സ്നേഹത്തിലേക്ക് മാത്രം അറ്റാച്ച്ഡ് ആവും. അങ്ങനെ സ്നേഹം എന്നിലൂടെ പുറത്തേക്ക് പ്രവഹിക്കട്ടെ. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ ലോകത്തിന് ആവശ്യം, അല്ലാത്തവരല്ല ഇനി വേണ്ടത് എന്ന് ദാജിയുടെ ശക്തമായി പറയണം. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് പ്രോഗ്രാം, സഹജമാർഗം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയെയും ആ സ്നേഹമാക്കി മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന പ്രോഗ്രാംസ് അതിന് മീനിങ് ഇല്ലാണ്ടേ പോകാം. സ്നേഹമെന്ന ലക്ഷ്യത്തിലേക്ക് ഓരോരുത്തരും ഉയരണം, ഇൻഡിവിജ്വലായിട്ട് എക്സ്പ്രസ് ചെയ്യണം, അവരുടെ ക്രിയേറ്റീവ് ടാലൻറ്റിലൂടെ എക്സ്പ്രസ് ചെയ്യണം. നമ്മൾ ഈ ഡിസ്കഷൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ഐഡിയ പറയണ്ടേ. ആദ്യം ശരീരത്തെ മുഴുവൻ ശ്രദ്ധിക്കുക, നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ശ്രദ്ധിക്കുക, ഒരു സമയം കണ്ടെത്തുക, ആർക്കും ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരിക്കുക, എന്നിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക. ശരീരത്തിനോട് മുഴുവൻ നമ്മൾ സജഷൻ കൊടുക്കുകയാണ്. നമ്മൾ വൃത്തിയായി മനസ്സ് ശുദ്ധമാക്കി
നമുക്ക് ഒന്നിച്ച് മെഡിറ്റേറ്റ് ചെയ്യാം. ശരീരത്തിൽ ഓരോ കോശങ്ങളും പങ്കെടുക്കുന്നു, സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി പങ്കെടുക്കുന്നു. മെഡിറ്റേഷൻ കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമുക്കിത് കൊടുക്കണം, ഓരോ കോശങ്ങളിലേക്കും സ്നേഹം നൽകണം. മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടൊരു ചെറിയൊരു എക്സസൈസ് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. എക്സസൈസ് ചെയ്യേണ്ടത് മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ എത്ര നല്ലതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുകയാണ്. അത് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ഭാഗത്തേക്കും, റിസ്റ്റിലേക്ക്, എൽബോയിലേക്ക്, ഷോൾഡറിലേക്ക്, ചെസ്റ്റിലേക്ക്, ലങ്സിലേക്ക്, മനസ്സ്, തലയിലേക്ക്, കണ്ണിലേക്ക്, എല്ലാത്തേക്കും ആ സ്നേഹം നിറയട്ടെ, പ്രവഹിക്കട്ടെ. അങ്ങനെ സ്നേഹത്തിൻ്റെ ഒരു ദീപമായിട്ട് വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് കുറച്ച് നേരം ബോഡി ഒന്ന് റിലാക്സ് ചെയ്യൽ മാത്രമല്ല, അതിൻ്റെ മുഴുവൻ ആ ഒരു ബ്യൂട്ടി അവിടെ കൊടുക്കുക, സ്നേഹം അവിടെ കൊടുക്കുക. അപ്പോൾ ശരീരം മുഴുവൻ അത് മനസ്സിലാക്കുന്നു. ഒരുമിച്ചാണ് നമ്മൾ എന്നുള്ള ആ ബോധത്തിൽ പുറത്തേക്ക് ഇറങ്ങുന്നു. പിന്നെ ശരീരം നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യും, മനസ്സ് കോപ്പറേറ്റ് ചെയ്യും, ഓരോ അംഗങ്ങളും ശരീരത്തിൻ്റെ ഭാഗങ്ങളും നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യും. സംസാരിക്കുന്നത് ദിവ്യമായിട്ടുള്ള വാക്കുകളായിരിക്കും, കേൾക്കുന്നത് മുഴുവൻ ഈശ്വരനിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളായിരിക്കും, അല്ലാത്തതൊക്കെ അവിടെ ഫിൽട്ടർ ചെയ്ത് ക്ലീനായിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള മാധ്യമങ്ങളായിട്ട് നമുക്ക് മാറണം എന്നാണ് ദാജി ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു പർപ്പസ് നമ്മൾ ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. മാസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ലക്ഷ്യത്തിൽ എത്താൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അവിടെ നിന്ന് പ്രവർത്തിക്കൂ, നിങ്ങളത് ജീവിച്ചു കാണിക്കൂ എന്നാണ് ദാജി ഇവിടെ പറയുന്നത്. The price of entry is simply this: how fully you dare to live what you now know to be true. നിങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കിയത് എത്രത്തോളം ധൈര്യത്തോളം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. സത്യമാണെന്ന് മനസ്സിലാകുന്ന സ്നേഹമാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ജീവിച്ച് കാണിക്കും ലോകത്തിന്. ഈ മെസ്സേജെ കുറിച്ചിട്ട് നമുക്ക് ഡീപ്പായിട്ട് ഇൻട്രോസ്പെക്റ്റ് ചെയ്യാം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.